ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഇന്നത്തെ വ്ളോഗ് ഒരു കുക്കിംഗ് വ്ളോഗ് ആട്ടോ. ഒന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ്. അപ്പം ഞാനൊന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പം നിങ്ങൾക്കും ഒന്ന് ഷെയർ ആക്കാമല്ലോ, നിങ്ങൾക്കും ഉപകാരമാവുമെങ്കിൽ ആവട്ടെ എന്ന് കരുതി അങ്ങനെ ഞാനിതാ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഉമ്മയുടെ റെസിപ്പി ആയതുകൊണ്ട് ഉമ്മ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാനിങ്ങനെ ചെയ്തെടുക്കാമെന്ന് കേട്ടോ. വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളത് അരി കുതിർത്ത് വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഉണ്ണിയപ്പം ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന യൂട്യൂബിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പലഹാരം അങ്ങനെ പെട്ടെന്ന് ഒരാൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെടില്ലല്ലോ. നമ്മളൊക്കെ പുതിയ പുതിയ പലഹാരത്തിൻ്റെ മേലേക്കാണല്ലോ നമ്മുടെ കണ്ണ്. അപ്പോൾ ഇതൊക്കെ അവിടെ ഇങ്ങനെ ഹടി തട്ടി കിടക്കുക എന്നല്ലാതെ, പക്ഷേ ഇത് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതൊന്നും ഒന്നൊക്കെ കഴിക്കാൻ. അങ്ങനെ ഞാനിതാ അതൊക്കെ ഒന്ന് ട്രൈ ആക്കാമല്ലോ എന്ന് വിചാരിച്ച് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് മൈസൂർ പായ എടുത്തിട്ടുണ്ട്, ചെറുപായ അല്ലേ, അതെടുത്തു. അതൊന്ന് കട്ട് ചെയ്യണം, ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ബാലൻസിന് വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം അത് ശർക്കര ഒഴിക്കും ഇതിൻ്റെ അകത്തേക്ക്, ഉരുക്കി വെച്ച് ശർക്കര എടുത്തിട്ട് ഒഴിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് അതിലിട്ടത്. അങ്ങനെ ആ ഒരു ശർക്കര അതിലേക്ക് അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ഉരുക്കി വെച്ച ശർക്കരയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കുറച്ച് ക്വാണ്ടിറ്റി അധികമാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു ഫങ്ഷന് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വേണം, വീട്ടിലേക്കും വേണം അവിടേക്ക് കൊണ്ടുപോകാനും വേണം. അതുകൊണ്ടാണ് ഇത്രയും അധികം എടുക്കുന്നത്. അതിലേക്ക് ഏലക്കായും ജീരകത്തിൻ്റെ പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് ആ ബാറ്റർ അടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 500 മൈദയാണ് ഞങ്ങൾ എടുത്തത്. 500 മൈദയിലേക്ക് ഒരു 250 ഗ്രാം റവ എടുത്തിട്ടുണ്ട്, സൂചി റവ. അത് രണ്ടും കൂടി മിക്സാക്കി വെച്ചിട്ട് പിന്നെ അതിലേക്ക് ഈ ബാറ്റർ അടിച്ച് വെച്ച ആ ബാറ്റർ അതിലേക്ക് ഒഴിക്കണം കേട്ടോ, പഴത്തിൻ്റെ മിക്സ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ അപ്പക്കാരം, അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടതാണ്. പിന്നെ ഈ റവ എന്തിനാണ് ഇടുന്നത് വെച്ചാൽ അതൊരു സോഫ്റ്റ്നെസ്സിനും പിന്നെ അത് ഒരു ക്രിസ്പിനെസ്സും വരും. രണ്ടും കൂടിയുള്ളൊരു സംഭവമാണല്ലോ. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതാണ് തേങ്ങാക്കൊത്തിടണമല്ലോ, അപ്പോൾ ഒരു ടേസ്റ്റ് വരുമല്ലോ നെയ്യപ്പത്തിനും ഉണ്ണിയപ്പത്തിനൊക്കെ. അതിലേക്ക് പിന്നെ കുറച്ച് കരിഞ്ജീരകവും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് കുറച്ചുകൂടി ലൂസാക്കി എടുക്കാണ്ട് ബാറ്റർ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കി എടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാം പെർഫെക്റ്റായി വരുന്നുണ്ട് കേട്ടോ. നല്ല സ്ട്രെച്ചറൊക്കെ കാണുന്നുണ്ട്. മാഷാ അല്ലാഹ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പൊരിച്ച് കഴിഞ്ഞിട്ടുള്ള രൂപം ഒന്ന് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്ക് കേട്ടോ. സംഭവം അടിപൊളിയാണ്, നന്നായിട്ട് വന്നിട്ടുണ്ട് ഉണ്ണിയപ്പം. ഞാനങ്ങനെ ഉണ്ണിയപ്പം ഒന്നും കഴിക്കാറില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ഓരോന്ന് കിട്ടുമ്പോൾ കഴിക്കാമെന്നല്ലാതെ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. എന്നാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, സംഭവം കാണാനും നല്ല ഭംഗിയുണ്ട്, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ആക്കുക, ലൈക്ക് ചെയ്യുക കേട്ടോ.